കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകേണ്ടത് സ്വാഭാവികമായി മുസ്ലിം ലീഗിൽ നിന്നാണ്. ഇത്തവണ 5 മന്ത്രിസ്ഥാനം എന്നതിലേക്ക് തന്നെ ലീഗ് എത്തുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ പട്ടികയിൽ ഏറ്റവും പ്രമുഖമായ പേര് മറ്റാരുടേതുമല്ല, അത് PK കുഞ്ഞാലിക്കുട്ടിയുടേത് തന്നെയാണ്. തീർച്ചയായും മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ പ്രഥമ പരിഗണന ലഭിച്ച ആൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഏത് വകുപ്പ്, വ്യവസായം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്നത് ലീഗ് ആവശ്യപ്പെടുന്ന വകുപ്പാണ്. ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പ് കൂടിയാണ് വ്യവസായം. അതുകൊണ്ട് തന്നെ വ്യവസായ വകുപ്പ് PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചേക്കാം എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. മറ്റൊരു പേര് KM ഷാജിയുടേതാണ്. KM ഷാജിയും ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ മന്ത്രിസഭയിലെ പുതുമുഖം ആണ് എന്നതാണ്. ചില വകുപ്പുകൾ, അതായത് കേരള കോൺഗ്രസിനും താല്പര്യമുള്ള ചില വകുപ്പുകൾ മുസ്ലിം ലീഗും താല്പര്യപ്പെടുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആ വകുപ്പുകളിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് അത് ആർക്ക് ലഭ്യമാകും എന്നതിൽ കൃത്യത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ KM ഷാജിയും ഈ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഏത് വകുപ്പ് എന്നതാണ്. മറ്റൊന്ന് N ഷംസുദ്ദീൻ്റെ പേരാണ് ഉയർന്നു വരുന്നത്. അവിടെ ഷംസുദ്ദീന് വിദ്യാഭ്യാസ വകുപ്പ് ലഭിക്കുവാനുള്ള സാധ്യത എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതും നമ്മൾ ഉറപ്പിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലടക്കം PM ശ്രീ പദ്ധതി പോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് CPIM അതിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും CPI അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ലീഗിന് ഈ വിദ്യാഭ്യാസ വകുപ്പ് നൽകരുത് എന്ന തരത്തിലൊക്കെയുള്ള മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നുണ്ടാകുന്ന ആവശ്യങ്ങൾ ഒക്കെയുണ്ട്. അത് മറ്റു പാർട്ടികളല്ല UDFിൻ്റെ തീരുമാനമെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തും. പാറക്കൽ അബ്ദുള്ള ആണ് മറ്റൊരു പേര് ഇപ്പോൾ ലീഗിൽ നിന്ന് സ്ഥിരീകരിക്കാവുന്നതായി വരുന്നത്. പാറക്കൽ അബ്ദുള്ളയും മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ്. അതേസമയം 5ാമത്തെ മന്ത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ ലീഗിനെ സംബന്ധിച്ചും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മന്ത്രിസഭയിൽ ഇടം നേടാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്ന് V അബ്ദുൽ ഗഫൂറിൻ്റെതാണ് എന്നതാണ്. അതേസമയം മറ്റൊരു പേര് കൂടിയുള്ളത് അത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള AKM അഷ്റഫിൻ്റെതാണ്. മഞ്ചേശ്വരത്ത് നിന്ന് തുടർച്ചയായി വിജയിച്ചു വരുന്ന, കഴിഞ്ഞ തവണ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തിൽ ആണ് അവിടെ 2ാം സ്ഥാനത്ത് എത്തിയ BJPയുടെ നേതാവ് K സുരേന്ദ്രനെ തോൽപ്പിച്ചത്. ഒരുപക്ഷെ അങ്ങനെയൊരു മത്സരം BJPയുമായി ഫൈറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ആൾ എന്ന നിലയിലും ഒരു പരിഗണന എന്ന നിലയിലും, അതായത് കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസഭയിലെ ഒരു പ്രാതിനിധ്യം എന്നതും ആണ് ആലോചിക്കുന്നത് എങ്കിൽ അവിടെ AKM അഷ്റഫിൻ്റെ പേരിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നിലവിലെ സൂചനകൾ ഇവരൊക്കെയാണ് ഒരു പക്ഷേ മന്ത്രിസഭയിൽ ഉറപ്പിക്കുന്നവരും അതോടൊപ്പം സാധ്യതകളും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് ആണ് ചേരുന്നത്. സാരംഗ്, നിലവിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു 5 സീറ്റുകൾ എന്നത്. പക്ഷേ ഒരു മുന്നണിയാണ്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റവും അവസാന നിമിഷം ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാം. നിലവിൽ ഈ 4 പേരുകൾ ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്നതാണല്ലോ. അതിലേറ്റവും എടുത്തു പറയേണ്ടത് PK ബഷീറിന് ഇത്തവണ സീറ്റില്ല എന്നതാണ്. മറ്റ് വകുപ്പുകൾ അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനം എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇനിയിപ്പോൾ അതിലൊരു മാറ്റമുണ്ടാകുകയുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും. കാരണം ലീഗിൻ്റെ യോഗം അത് ഇനിയും ആരംഭിച്ചിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അദ്ദേഹവും പിന്നെ പണക്കാട് തങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമേ യോഗ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. നേതാക്കന്മാർ, ലീഗുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കന്മാർ ഇപ്പോൾ തിരുവനന്തപുരത്തെ ലീഗ് ഹൗസിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അവരുടെ പ്രതികരണം തന്നെ വ്യക്തമാണ്. പാർട്ടിയുടെ നിലപാട്, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ 5ാം മന്ത്രി എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ അത് ആ ഒരു ആവശ്യം എങ്ങനെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. 4 മന്ത്രിമാരും അതിനൊപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനവും നൽകുമോ, അല്ലെങ്കിൽ അഞ്ചാം മന്ത്രിസ്ഥാനത്തിലേക്ക് തന്നെ പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പാർട്ടിയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാട് ഇനിയും എടുത്തിട്ടില്ല എന്നുകൊണ്ട് മനസ്സിലാക്കാൻ. കാരണം അത് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്നത്തെ ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കന്റോൺമെന്റ് ഹൗസിലേക്കോ KPCCയിലേക്കോ കുഞ്ഞാലിക്കുട്ടി എത്തി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ ചർച്ച ചെയ്താണ് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട അടക്കം 2 മന്ത്രി സ്ഥാനങ്ങൾ കേരള കോൺഗ്രസ്
ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പരാജയപ്പെടുകയായിരുന്നു. ഇന്നും ചർച്ച തുടരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പി ജെ ജോസഫ് അടക്കം പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ലീഗുമായി ബന്ധപ്പെട്ട അടക്കം ചർച്ചകൾ പിന്നീടും പുരോഗമിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ഇതിൽ കാരണം 2 മണിയോടുകൂടി തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറണം. അതിനു മുൻപ് എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയും ഒപ്പം കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിലേക്കുള്ള പേരുകളുടെ ചർച്ചയും അടക്കം പൂർത്തീകരിച്ച് AICIക്ക് ലിസ്റ്റ് സമർപ്പിച്ചതിന് ശേഷം അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമാണ് ഗവർണർക്ക് കൈമാറാൻ കഴിയുക. അതിനു മുൻപ് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയും വേണം. സമയബന്ധിതമായി മുഖ്യമന്ത്രി ചർച്ചയടക്കം വളരെയധികം നീണ്ടുപോയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രിപദം വിഭജിക്കുന്നത് അല്ലെങ്കിൽ വകുപ്പ് വിഭജിക്കുന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളിൽ കാലതാമസം നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ തലവേദനയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തിനായാലും ഈ ഒരു യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. പ്രധാനപ്പെട്ട മഞ്ഞാളംകുഴി അലി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗ നടപടികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.